النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. നബിയാണ് സ്വന്തം ശരീരത്തെക്കാൾ വിശ്വാസികൾക്ക് ഏറ്റവും കടപ്പെട്ടത്. വിശ്വാസികൾ സ്വന്തം ശരീരത്തെക്കാൾ കടപ്പാടുള്ളവരായിരിക്കും നബിയോട്. സ്വന്തം ശരീരത്തെക്കാൾ കടപ്പാട് എന്നാൽ അതിനർത്ഥം സ്വന്തം ശരീരത്തോടുള്ളതിനേക്കാൾ ആദരവും സ്നേഹവും പിരിശവും പ്രിയവും എല്ലാം തങ്ങളോടാകണം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തുർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി. അല്ലാഹുവും റസൂലുമാണ് നിങ്ങളുടെ എന്തിനേക്കാളും ഏറ്റവും പിരിശപ്പെടേണ്ടത് എന്നും അല്ലാഹു ആയത്തിറക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വന്തം ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കാത്തവൻ മുസ്ലിമല്ല, ഈമാനില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതിന്റെ വിശദീകരണമാണ്. അല്ലാഹു ഹയറക്കിയാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ടുതന്നെ ഈ സമൂഹത്തിൽ നടക്കാനിരിക്കുന്ന എന്തു കാര്യങ്ങളും അറിയുന്ന അല്ലാഹു തആല ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ട മനസ്സിലെ ബോധനം നൽകുന്ന, മനസ്സിലെ ചിന്ത നൽകുന്ന, മനസ്സിലെ മോഹം നൽകുന്ന, മനസ്സിലെ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം നൽകുന്ന അല്ലാഹു തആല മനുഷ്യ മനസ്സിൽ ഇരിക്കുന്ന ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവും ഖുർആനിന്റെ ഈ പാഠങ്ങൾ വെച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ആദരവായ നബി തങ്ങളുടെ ശരീരത്തോടും ആ ശരീരത്തോട് ബന്ധപ്പെട്ട് എന്തിനോടുമുണ്ടാകുന്ന ഏറ്റവും വലിയ ആദരവും അറിയുന്ന അല്ലാഹു തആല അറിയിച്ചതനുസരിച്ച് സ്വഹാബത്ത് കാണിക്കുന്ന ആദരവിനോടൊന്നും അല്ലാഹുവിന്റെ റസൂൽ തടസ്സം നിന്നില്ല. ഒന്നിനും തടസ്സം നിന്നില്ല. അതിനൊക്കെ നബി തങ്ങൾ വഴങ്ങിക്കൊടുത്തു. ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ചില ആദരപ്രയോഗങ്ങളെ തങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്തു. അതിര് വിട്ടതെന്ന് നമുക്ക് തോന്നുന്ന, അതായത് നമ്മെപ്പോലുള്ള സമസൃഷ്ടികളെ വെച്ചുകൊണ്ട് നമ്മൾ അളക്കുമ്പോൾ, നമ്മൾ അളവുകോലതാണല്ലോ. അതിര് വിടുക എന്നാൽ നമ്മളെങ്ങനെ കണക്കൂട്ടാ? നമ്മളെ അളവുകോല് നമ്മക്കിടയിലുള്ള നോക്കുക. സമൂഹത്തിലെ സമസൃഷ്ടികൾക്കിടയിലുള്ള അളവുകോല് വെച്ച് നോക്കുമ്പോൾ അതിന് വിട്ടെന്ന് തോന്നിപ്പോകുന്ന ആദരവിന്റെ രീതികൾ സ്വഹാബത്ത് അനുവർത്തിച്ചപ്പോഴും അവലംബിച്ചപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ അതിന് വഴങ്ങിക്കൊടുക്കുകയും അവരുടെ മനസ്സ് സംതൃപ്തമാക്കുന്ന രീതിയിൽ അവ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതുതന്നെയല്ലേ ഇക്കാര്യത്തിൽ ബുദ്ധി? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ആദരിക്കണം, ഇങ്ങനെ ആദരിക്കണം, എൻ്റെ മുടി കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കണം, എൻ്റെ ഇതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് എന്തൊരു ബോറനേർപ്പാടാ. സ്നേഹം എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഉണ്ടായിത്തീരുന്നത് എല്ലാവരിലും ശരിയായ രീതിയിൽ നിലനിൽക്കുന്ന ഒന്നാണ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ ഭാര്യയുമായിട്ടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് വിശദീകരിക്കാറുണ്ടോ? നമ്മൾ ആരെങ്കിലും നമ്മുടെ പിതാവിനോടും നമ്മുടെ മാതാവിനോടും ഗുരുവര്യന്മാരോടുമുള്ള ആദരവ് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് പഠിപ്പിക്കാറുണ്ടോ? ആദരവ് വേണം, സ്നേഹം വേണം എന്ന് പഠിപ്പിച്ചാൽ അതിൻ്റെ പ്രകടനങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലക്ക് അതിരുവിടാൻ പാടില്ല, നിയന്ത്രണ വിധേയമല്ലാതിരിക്കാൻ പാടില്ല എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റസൂൽ ഇവിടെ സ്വഹാബത്തിന്റെ എല്ലാ വിധത്തിലുള്ള ആദരവുകളെയും അതിർവരമ്പുകൾ വിട്ടുകിടക്കാത്ത മുഴുവൻ ആദരവുകളെയും നബി തങ്ങൾ വഴങ്ങിക്കൊടുത്ത് അംഗീകരിച്ചു. ആ സംഭവം അങ്ങനെയാണ് സ്വഹാബത്ത് നബിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതെന്തും വാരിപ്പൊത്താനും മുത്തിമണക്കാനും അവരുടെ ആദരവ് അവർക്ക് നിദാനമായത്, പ്രേരകമായത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കഴുകൽ നിർബന്ധമായിട്ടുള്ള വിസർജ്യങ്ങൾ പോലും ഇതിനവർക്ക് തടസ്സമായില്ല. കിട്ടിയതെല്ലാം അവർ വാരിപ്പൊത്തി, വാരിമുത്തി. തോർത്തിക്കളയേണ്ട വിയർപ്പ്, തുപ്പിക്കളയുന്ന ഉമിനീര്, കാർക്കിച്ചു തുപ്പുന്ന കഫം, പുറത്തൊഴിക്കാൻ വേണ്ടി നബിതങ്ങൾ വെച്ചിരുന്ന മൂത്രം, കഴുകിക്കളയേണ്ട രക്തം, ഇതെല്ലാം റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ സ്വന്തം ശരീരത്തിൽ അകത്ത് സേവിക്കുകയും പുറത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് ഉപയോഗിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം അറിയാവുന്ന, ഹദീസ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥം.
ദീനിൻ ഹക്കൊളി പാകാൻ വന്യര തുല്യമിലാറുണ്ട്. മാറ്റൊലിയേകും ഫത്വകൾ നോക്കൂ അജബുകൾ പൂണ്ടിടുമേ കണ്ട്. അകമ് തകർക്കും ഭാഷണവും അത് മനമിറയും തദ്രീസുണ്ട്. അനവധി മുത്തുകളായി അഹിബ്ബ മൗലാന